ഹലോ മച്ചാമാരെ, എല്ലാ മച്ചാമാർക്ക് AKS ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എല്ലാവർക്കും അറിയാം, ഗ്രാനി 3യുടെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ പാർട്ട് കാണാത്തവർ അതുകൂടി കാണാം. കഴിഞ്ഞ പാർട്ടിൽ നമുക്ക് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ പാർട്ടോടുകൂടി നമ്മൾ ഗെയിം അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഗൈസ്, ലാസ്റ്റ് പാർട്ടിൽ നമ്മളെ കോക്കനട്ട് എടുത്ത് താരോട്ട് പോയി ലിഫ്റ്റ് വഴി താരെ എത്തിയപ്പോൾ അവിടെ ഗ്രാനി നിന്നായിരുന്നു. അപ്പോൾ അവിടം വരെയായിരുന്നു ഫസ്റ്റ് പാർട്ട്. അപ്പം ബാക്കി നമ്മളെ ഗ്രാനി പോയ ശേഷമുള്ള പാർട്ടാണ്. എടാ, ഇതെന്താ ഗ്രാനി പോകാത്തത്? ഗൈസ്, അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് ഗ്രാനി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ആ കോക്കനട്ട് മെഷീനിലെടുത്ത് അതൊന്ന് പൊട്ടിക്കുക. അപ്പം ഗ്രാനി വന്നുമ്പോൾ നമുക്കൊന്ന് ചെയ്യണം കേട്ടോ. ഗൈസ്, ഈ നാളികേരം ഇനി എടുത്ത് മെഷീനിലോട്ട് ഇടണം കേട്ടോ. ആനു പിടിച്ചോ അയലേസാ. അച്ഛാമാരെ, നമുക്ക് ഇവിടെ നിന്ന് ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ടിക്കറ്റ് എടുക്കാനാണ്, സിനിമ ടിക്കറ്റ് അല്ല, ട്രെയിൻ ടിക്കറ്റ്. അപ്പോൾ ഈ കോയിൻ എടുത്ത് നമുക്ക് TTRന് അടുത്ത് കൊടുക്കണം. അപ്പോൾ വീടിൻ്റെ മെയിൻ്റെനൻസ് ഇല്ലെങ്കിലും താഴെ ട്രെയിനൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ നമുക്ക് ഇതെടുത്ത് TTRന് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് TTR ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഈ TTR ആയിരുന്നു ശബ്ദം ഉണ്ടാക്കാതിരിക്കാനാണ്, കലപിലാന്ന് ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്താൽ അതങ്ങ് നിൽക്കും. അപ്പോൾ ഈ സൗണ്ട് കേട്ട് ഗ്രാനിയും ഗ്രാൻഡ് പേയൊക്കെ ഇങ്ങ് താഴെ ഇറങ്ങി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ഗൈസ് ഈ ടിക്കറ്റ് എടുക്കുന്നത്. ആ ഗൈസ്, നമുക്ക് ഇവിടെ നിന്നൊരു വെപ്പൺ കീ കിട്ടി കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മണ്ടലത്തെ റൂമിൽ പോയി നമുക്ക് വെപ്പൺ എടുക്കാം. അതായത് നമ്മളെ കല്ല് വെച്ച് ഗ്രാനിയുടെയും ഗ്രാൻഡ് പേരെ തലക്കിട്ട് കൊടുക്കണം, അന്നാക്കിലിട്ട് കൊടുക്കണ വെപ്പം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതങ്ങ് നമുക്ക് പോയി അങ്ങ് എടുക്കാം. ഫൈനലി നമുക്ക് ആ വെപ്പം കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് വേണം ഗ്രാനിയുടെയും ഗ്രാൻഡ് പേരെയും അണ്ണാക്കിയിട്ട് കൊടുക്കാൻ. ഗൈസ്, ഈ വെപ്പൻ്റെ ഉപയോഗം ഗ്രാനിയുടെയും ഗ്രാൻഡ് പേര് അണ്ണാക്കിയിട്ട് കൊടുക്കണം മാത്രമല്ല, അപ്പം വീട്ടിൻ്റെ ചുറ്റുപാടുമുള്ള ബോട്ടിൽസൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ മുകളിലായിരിക്കും ഇരിക്കണം. അതൊക്കെ എടുത്ത് താഴെ ഇടണമെങ്കിൽ ഈ വെപ്പൻ്റെ സഹായം വേണം ഗൈസ്. അതുകൊണ്ട് ഈ വെപ്പൻ ഇതിന് മാത്രം കൂടെ ഉപയോഗമല്ല ഗൈസ്, എല്ലാത്തിനും ഉപയോഗമുണ്ട്. ഗൈസ്, പറഞ്ഞു തരുന്നില്ല. അപ്പോഴേക്കും ഇതുകൊണ്ട് കാണുന്ന ഒരു ഫ്ലാസ്ക്. അപ്പോൾ അത് നമുക്ക് വെപ്പം വെച്ച് ഷൂട്ട് ചെയ്ത് താഴെ ഇടാം കേട്ടോ. ഗൈസ്, അത് വീണിട്ടുണ്ട്. ഇനി നമുക്കത് പോയി എടുക്കണം കേട്ടോ. നമ്മൾ ആ ഫ്ലാസ്ക് വീണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ആയിട്ട് വേറൊരു ഫ്ലാസ്കും കൂടെ ഇരിപ്പുണ്ട്. അതും എടുത്ത് താഴെ തള്ളിയിടാം. ആ ഫ്ലാസ്ക് കിടക്കുന്നുണ്ട് ഗൈസ്. ഇനി ഇത് എടുത്ത് നേരെ ലിഫ്റ്റിലോട്ട് ഇടാം. ഗൈസ്, പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ചാനൽ റോഡ് ടു 1K ആണ്. അപ്പോൾ കുറേ ഗീവേഴ്സ് സ്റ്റിൽ റണ്ണിങ് ആണ്. നമ്മുടെ ഫ്രീ ഫയറിലെ FF അക്കൗണ്ട് ഗീവ് ഇപ്പോൾ സ്റ്റിൽ റണ്ണിങ് ആണ് നമ്മളെ ചാനൽ. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗീവ് വീഡിയോ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മൾ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു കമൻറ്റ് മാത്രം ഇട്ടാൽ മതി, ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, നമ്മൾ ഈ ഫ്ലാസ്ക് കൊണ്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഫ്ലാസ്ക് എടുത്ത് നമ്മളെ വെള്ളത്തിൽ മുക്കിയിട്ട് ജയിലിൻ്റെ അപ്പുറത്തുള്ള റൂമിൽ കൊണ്ട് വയ്ക്കേണ്ടതുണ്ട്. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ അപേക്ഷിച്ച് എൻ്റെ വോയിസ് എത്രമാത്രം മികച്ചതായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് പ്രോത്സാഹനമായിരിക്കും കുറേ വീഡിയോസ് ചെയ്യാൻ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗൈസ്, നമ്മൾ ഈ ഫ്ലാസ്ക് എടുത്ത് അതിൻ്റെ ആസനത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. മച്ചാമാരെ, ഇനി നമുക്ക് അടുത്ത ഫ്ലാസ്ക് എടുക്കാൻ വേണ്ടി മുകളിലോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് വഴി പോകാം. ഒരു മര്യാദ വേണ്ടേ ഡി മൂത്തിത്തള്ളേ, ഇവരൊരു സൗകര്യം തന്നില്ലല്ലോ, വെറുതെ തന്നെ. ഇത് ഹൊറർ ഗെയിം തന്നെ, എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? മൂത്തിത്തള്ളക്ക് വേറെ പണിയില്ലേ? പണി നോക്കാൻ പറയാം. മൂത്തിത്തള്ള പോയി എന്നാണ് തോന്നുന്നത്. അവിടെ വരെ ഒന്ന് പോയി നോക്കാം. നമുക്ക് നോക്കാം ഗൈസ്. ഗുയ്സ്, ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അവിടെ വരെ പോയി നോക്കുമ്പോൾ അവിടെ ഗ്രാൻഡ് പ കാണും. ആ, ഇതുകൊണ്ട് ഗ്രാൻഡ് പ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്ര വട്ടം കളിച്ചിരിക്കണം. എക്സ്പീരിയൻസ് ബ്രോ. ഇനി ഒന്നും കൂടെ പോയി ഒളിക്കണമല്ലോ. സമ്മതിക്കൂല, ചുമ്മാ സമയം പോകാൻ വേണ്ടി. അപ്പം നമുക്ക് ഒന്നും കൂടെ പോയി നോക്കാം. പോയാന്ന് പാവം വിഷമിച്ച് പോണ്. പാവം ഉള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന. പേന ഇത്ര ഊക്കി വിടണ്ടായിരുന്നല്ലേ, ചുമ്മാ. ഇനി നമുക്ക് എന്തായാലും ലിഫ്റ്റ് കയറി മണ്ടയിലോട്ട് പോവാം. ഈ ലിഫ്റ്റിൻ്റെ സ്വിച്ച് ആണെങ്കിൽ ഒരു പാട്ട സ്വിച്ച് നെക്കിയിട്ട് വന്നതുമില്ല. ആയി. നമുക്ക് ഈ കൈ കൊണ്ട് തന്നെ പോകാം. ചിലപ്പോൾ അവർ വന്നാൽ നമ്മൾ പെട്ടുപോയില്ല. അതുകൊണ്ട് നമുക്ക് അവരെ തലമണ്ട അടിച്ചു കൊട്ടി ഞാൻ കൈ കൊണ്ട് തന്നെ പോകാം.
നമുക്ക് ഈ സ്റ്റെപ്പ് കയറിയിട്ട് ആ ഫ്ലാസ്ക് അങ്ങ് പോയി എടുത്തേക്കാം. എന്നിട്ട് ആ സ്റ്റെപ്പിൻ്റെ താഴെ കൊണ്ടങ്ങ് ഇടാം. എന്നിട്ട് അത് പോയി എടുക്കാം. ആ ദാണ്ട കിടക്കണം ഫ്ലാസ്ക്. നമുക്ക് ഫ്ലാസ്ക് മുകളിലൂടെ പോയിട്ട് മറ്റേ അരി കൂടെ പോയിട്ട് കിച്ചണിലോട്ട് ഇടാം. ആ ദാണ്ട കിച്ചണിലെത്തി. ഇനി നേരത്തെ പോലെ ഫ്ലാസ്ക് എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് ജയിലിൻ്റെ അപ്പുറത്തുള്ള റൂമിൽ കൊണ്ടിടാം. ഗൈസ്, നമ്മളെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷെയറെങ്കിലും നിങ്ങൾ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ 2 ഫ്ലാസ്ക് കൊടുത്ത് അതിൻ്റെ ആസനത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് താരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തോന്ന് പാഡ്ലോക്ക് കിട്ടാനുണ്ട്. അത് വെച്ച് നമുക്ക് പൂട്ട് തുറക്കണം. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രെയിനിൻ്റെ അവിടെ ഒരു റൂമുണ്ട്. അതിൻ്റെ അകത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ വെപ്പൺ, അതായത് കല്ല് ഷൂട്ട് ചെയ്യണ വെപ്പൺ വെച്ച് നമുക്ക് ആ റൂമിൻ്റെ ജനൽ പൊട്ടിക്കേണ്ടതുണ്ട്. അത് വെച്ച് നമുക്ക് പൊട്ടിച്ച് നോക്കാം. സോ ഗെയ്സ്, നിങ്ങൾ കണ്ടില്ലേ ഗെയ്സ്? അപ്പം ഗ്രാൻഡ് പാ നമ്മളെ കൊന്നു ഗെയ്സ്. ഡേ 1 കഴിഞ്ഞു. ബാക്കിൽ നിന്ന് ചതിച്ചതാണ് ഗെയ്സ്, വിശ്വാസവഞ്ചന. കളവനെ തട്ടിക്കളയാം, പേടിക്കണ്ട. അപ്പം അടുത്ത നോക്കാം. അയ്യടാ, നമ്മളാ കളവൻ കൊന്ന സ്ഥലം നമ്മളെ ജയിലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ തന്നെ റെസ്പോൺ ആയപ്പം നമ്മുടെ വെപ്പണും എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. ഇനി പോയി അങ്ങേർക്കിട്ട് പൊട്ടിക്കാം. ചെന്നാൽ ജനലങ്ങ് പൊട്ടിച്ചേക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ ആ ജനലങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തോട്ട് എടുത്ത് ചാടാം. ഇനി കഥയൊക്കെ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. ഷെഡ് കീയാണ് കിട്ടിയത്. കുഴപ്പമില്ല. ഇനി ഷെഡിൽ കാണുമായിരിക്കും പാഡ്ലോക്ക്. ഇതെന്തോന്ന്, ക്രോബാർ. ഇത് എന്തെങ്കിലും പെട്ടിയൊക്കെ തുറക്കാനുള്ള ആവശ്യമുണ്ട്. നമുക്ക് കഥ തുറന്നിട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞാൻ നേരത്തെ ഒരു പെട്ടി കണ്ടായിരുന്നു. അതോ ഇരിക്കണ പെട്ടി. ഇത് തുറന്നപ്പോൾ നമുക്ക് ഫയർവുഡ് കിട്ടിയിട്ടുണ്ട്. അത് തീ കത്തിക്കാൻ. അപ്പോൾ ക്രോബാർ താഴെ ഇട്ടപ്പം സൗണ്ട് കേട്ട്. ഇപ്പോൾ ഗ്രാനി ഇപ്പം വരും. അപ്പോൾ നമുക്ക് റൂമിൽ പോയി നമ്മളെ സാധനങ്ങളൊക്കെ എടുക്കാം. നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. ഇനി നേരെ പോയി ഗ്രാനിയെ തട്ടാം. ഒറ്റ വെടി. അപ്പോൾ ഫൈനലി ഗ്രാനിയെ തട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഷെഡ് കീയും കൊണ്ട് ഷെഡിലോട്ട് പോവാം. അപ്പോൾ നമ്മളങ്ങ് ഷെഡിൽ കയറിയിട്ടുണ്ട്. ഇതെന്തൊരു ടെഡിയാ? ഇത് സ്ലെൻഡറിൻ്റെ ടെഡിയാണ്. ഇതല്ലേ മണ്ടേ കൊണ്ടിടാനുള്ള. അപ്പോൾ നമുക്ക് ഇതങ്ങ് എടുക്കാം. പിന്നെയും ഗ്രാൻഡ് പാ വന്നു. പോയാന്നൊന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ പിന്നെയും പെട്ടു. ഒരു വശത്തുനിന്ന് ഗ്രാൻഡ് പാ, ഒരു വശത്തുനിന്ന് ഗ്രാനി. എങ്ങനെ ഇരിക്കണം? ഓടാം. ഓടി 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 നമുക്ക് ആ ലിഫ്റ്റ് കയറി അങ്ങ് മേലോട്ട് പോവാം. ഗൈസ്, നമ്മൾ കുറേ നേരം ഓടി ഓടി ഏറ്റവും ലാസ്റ്റ് ടെറസിൻ്റെ ഉണ്ട് എത്തിയിട്ടുണ്ട്. ഇനി ആ പൊട്ടിയ റൂമിലോട്ട് എടുത്ത് ചാടാം. എന്നിട്ട് സ്ലെൻഡറിനേരെ അവിടെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് സ്ലെൻഡറീന. അപ്പോ പാലക്കാട്ട് വേല വരണോന്ന് മൊണ്ടാണ്ടങ്ങട്ട് കുത്തിയിരിക്കാൻ നമ്മളെ കിട്ടൂല. അപ്പോൾ നമ്മൾക്ക് സ്ലെൻഡറീന പാഡ്ലോക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലെൻഡറീന തന്ന പാഡ്ലോക്ക് വെച്ച് അത് അരിക്കാം. അരിച്ചു. അപ്പോൾ നമുക്ക് എന്തോന്ന് ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി. അപ്പം നമുക്ക് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ ഫ്യൂസ് മെഷീനിൽ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഫ്യൂസ് ഇട്ട് നമുക്ക് ഗേറ്റ് ഓപ്പൺ ആക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഫാനിൽ ഫ്യൂസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ താഴോട്ട് പോവാം. ദേ ഇത് ഗ്രാനി വന്നി. മണ്ടേ കയറി ഒളിക്കാം.
ഷെഡിലൊളിക്കാം, പോണത് വരെ വെയിറ്റ് ചെയ്യാം. ഗൈസ് രണ്ടുപേരും പോയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ രക്ഷപ്പെടാം. അപ്പം നമുക്കിനി ക്രോബാർ എടുത്തേക്കാം. ഇനി മുകളിൽ പോയി ഒരു സാധനവും കൂടെ എടുക്കാനുണ്ട്. ഫൈനലി മുകളിലെത്തി. ഇനി വയറിൻ്റെ സാധനം എടുക്കാണ്ട്. ഇതാണ് വയറിൻ്റെ സാധനം. നമുക്ക് ഇതുകൊണ്ട് ഷെഡിൽ കൊണ്ടുപോയി ഫിക്സ് ആക്കാം. ഇനി കറണ്ട് ജനറേറ്റ് ആയെന്നാണ് തോന്നുന്നത്. നമുക്ക് നേരെ ഫ്യൂസുള്ള ഭാഗത്തേക്ക് പോകാം. ഇനി നമുക്ക് ആ ഗേറ്റിൻ്റെ ബട്ടൺ ഒന്ന് ഓണാക്കാം. ഇനി ഫൈനലി നമ്മൾ ഗേറ്റിൻ്റെ ബട്ടണും കൂടെ ഓണാക്കി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഗേറ്റിൻ്റെ കീ ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പോൾ ഇനി ഗേറ്റൊന്ന് കൈവച്ച് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. പക്ഷേ നമുക്ക് പ്രതികാരമുണ്ട്. അത് നമ്മൾ വീട്ടിൽ തന്നെ അടങ്ങും. അപ്പോൾ ഗ്രാൻഡ് പേനെയും നമുക്കൊന്ന് തട്ടിക്കളയണം ഗെയ്സ്. അപ്പോൾ അതിനാണ് ഇനി നോക്കാം. പ്രതികാരം വീട്ടാനുള്ളതല്ലേ. അപ്പോൾ നേരത്തെ വെപ്പം എടുത്ത് ഗ്രാൻഡ് പേനെ അങ്ങ് തട്ടിക്കളയാം ഗെയ്സ്. നമ്മൾ ആ വെപ്പം എടുത്ത് ഗ്രാനീനെ തട്ടിയിട്ടുണ്ട്. ഗൈസ് ഗ്രാനിയെ കൊല്ലുന്ന സമയത്ത് ഗ്രാനി അവിടെ ഫിക്സ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ റെക്കോർഡ് ഓഫായിരുന്നു. സോറി ഗൈസ്, അത് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഗ്രാനീനെയും ഗ്രാൻഡ് പേനെയും അങ്ങ് വെടിവെച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ രക്ഷപ്പെടാം. നമ്മൾ ഫൈനലി ഗേറ്റ് എസ്കേപ്പ് ചെയ്തേക്കുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഗൈസ് എല്ലാ മച്ചാന്മാരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ ഉണ്ട് എല്ലാ മച്ചാന്മാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാ മച്ചാന്മാർക്കും ഓക്കെ ബൈ. സമർത്ഥക ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ.